ഫസ്റ്റ് ഭൂട്ടാന്, നേപ്പാള്, പിന്നെ മലേഷ്യ, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, ശ്രീലങ്ക. ആസാമിലെത്തിയപ്പോ ആദ്യത്തെ ചായ അല്ലേ. ഒരു സാധനം വെച്ചിട്ട് തോണ്ട കേട്ടോ, ഒന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് മടങ്ങാൻ പോയാലും കണ്ടോ പിള്ളേർ ഉപയോഗിക്കല് എത്ര പിള്ളേരാണ്. പുളിയച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയൊരു ചെക്കന് ഞങ്ങൾ കാണിച്ച മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കായ് കുറച്ചായിരുന്നു. പണ്ടത്തെ ബ്രിഡ്ജ്, സൈക്കിളും ബൈക്കും ഒക്കെ പോകുന്ന ബ്രിഡ്ജ്, അതും ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കേ ഫുള്ള് മുളയാട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്? ആസാമിലെത്തി കേട്ടോ. ആസാമിൽ എങ്ങനെ എത്തി എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇതാ ഈ പുള്ളി ഉണ്ട് കേട്ടോ ഇവിടെ, സിലംപൂർ സിലംപൂർ ബോർഡറിലാട്ടോ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ആസാമിൽ കൂടി തന്നെ നേരെ അടുത്ത ഭൂട്ടാനിലേക്ക് ബോർഡറിലേക്കാണ്. കുറേ ദിവസങ്ങൾ എടുക്കും ആ ഒരു പോകാനായിട്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വെസ്റ്റ് ബംഗാൾ കഴിഞ്ഞിട്ട് ഇതാ ആസാമിലേക്ക് കയറാൻ പോവാണേ. ഈ ഇത് കണ്ടോ, ബ്രിഡ്ജ് കണ്ടോ? ബ്രിഡ്ജിന്റെ അപ്പുറത്തെ ആസാമാണ്, ഇപ്പുറത്തെ വെസ്റ്റ് ബംഗാളാണ്. അപ്പൊ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആസാമിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. ട്രക്കുകളാണ് മൊത്തം, ഭയങ്കര ശല്യം കേട്ടോ. പിന്നെ അവർക്കും പോകണ്ടേ, അവരെല്ലാം കൂടി ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. ഇപ്പുറത്തെ ഏതോ നദി ഒഴുകുന്നുണ്ട്, ഏതാണെന്നറിയില്ല. അപ്പോൾ നമ്മളെ പുതിയൊരു സംസ്ഥാനത്തേക്കുള്ള യാത്രയാണ്. ഇത് ആസാമിലൊരു ഗ്രാമമാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള, ഷീറ്റിനെ കൊണ്ടുള്ള വീടുകളാണ് ഇവിടെ മിക്കതും കാണുന്നത്. ഫുള്ള് ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല റോഡാണ്, പക്ഷെ വീടുകളൊക്കെ അവസ്ഥയാണ്. ഏതോ ഒരു ഗ്രാമമാട്ടോ. അവർ ചെറിയൊരു നെൽവയലാണ് കാണുന്നത്. അവിടെ ഇപ്പുറത്തും വീടുകൾ കാണാം. ഇനി ആസാമിൽ കൂടിയുള്ള യാത്രകളായിരിക്കില്ലേ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പോകുന്നത് നിങ്ങൾ. ഒരു അടിപൊളി വെള്ളം ഒഴുകി പോകുന്ന ഒരു വയ്യാട്ടോ ഇത്. നല്ല പച്ചപ്പ്, അതിൻ്റെ ഇടയ്ക്ക് അവർ എന്തൊക്കെയോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളം വരാത്തതുകൊണ്ടായിരിക്കും. വെള്ളം വരുന്ന സമയത്ത് ഇത് ഫുള്ള് മുങ്ങിപ്പോവും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഇതാ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും. കുറേ ഗ്രാമങ്ങളാട്ടോ. ഓരോ സ്ഥലം കഴിയുന്തോറും ഗ്രാമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫുള്ള് ഷീറ്റ് വെച്ചിട്ടുള്ള വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആസാമിലെത്തിയപ്പോൾ ആദ്യത്തെ ചായ അല്ലേ. നമുക്ക് ആദ്യത്തെ ചായ കിട്ടിയിരിക്കുകയാണ്. ഈ ബയ്യാട്ടോ നമുക്ക് തന്നത്. അതേപോലെ ഭൈരവ് കുണ്ടില് നമുക്ക് സ്റ്റേയും സെറ്റാക്കി തന്നിട്ടുണ്ട്. आपका नाम क्या है भैया? मेरा नाम सुधांशु है. സുധാംശു, താങ്ക് യു. നമുക്ക് വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു അനിയനോ കസിനായിട്ടുണ്ട് മറ്റേ ഭൈരവ് കുണ്ടയിൽ. അപ്പോൾ അവിടത്തേക്കുള്ള സ്റ്റേയും നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ടെൻ്റ് അടിക്കാനൊക്കെയുള്ള സൗകര്യം. അതായത് വേറൊരു ബോർഡർ ആട്ടോ, ഭൂട്ടാനിൽ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അവരെ വിളിച്ചിട്ട് സെറ്റാക്കി തന്നെ കേട്ടോ. അതുപോലെ നമുക്ക് ചായയൊക്കെ വാങ്ങിച്ചിരുന്നത്, ബിസ്ക്കറ്റും തന്നിട്ടുണ്ട്. നല്ല ആൾക്കാരില്ലേ. സ്റ്റാർട്ടിങ് തന്നെ നല്ലൊരു സംഭവമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. നമ്മളെ പുള്ളി ഇവിടെ ഉണ്ട്. ബായ് എൻജോയ്. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് വേഗം ഇവിടെ നിന്ന് വിടാൻ വേണ്ടി പോകാട്ടോ. ആ പുള്ളീനെ കാണിച്ചു തന്നേന് ഈ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. നമുക്ക് പറഞ്ഞ് വേഗം സ്ഥലം കാലിയാക്കാം. അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ, അടുത്ത ഗ്രാമങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പോകട്ടോ, ആസാമിലെ ഗ്രാമങ്ങളിലൂടെ. ഈ ട്രക്കുകളൊക്കെ നിൽക്കുന്നതാണ്ടോ, ഇത് ആസാമിലെ ചെക്ക് പോസ്റ്റിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ട്രക്കുകളാട്ടോ. ക്യൂ ആണ്, അങ്ങ് വരെ നീണ്ട ക്യൂ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വെസ്റ്റ് ബംഗാളിൽ നിൽക്കുന്ന ക്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആസാമിലെ ഒരു ക്യൂ ആട്ടോ. എത്ര നീളമുള്ള ക്യൂ അല്ലേ. അവിടെയാട്ടോ ചെക്ക് പോസ്റ്റ് വരുന്നത്. ഫുള്ള് വലിയൊരു നീണ്ടൊരു ക്യൂ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടേക്ക് നോക്കിയ ട്രക്കുകളൊക്കെ ഉള്ളിലോട്ട് പോകുന്നത് എത്രയാണെന്നറിയാമോ? ഫുള്ള് ട്രക്കുകളാട്ടോ. ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. കാരണം നമുക്ക് ഒരു ട്രക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് ട്രക്കുകൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ട്രക്ക് നമുക്ക് ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് കിട്ടാതെ പോവില്ല. ഈ ഒരു കിലോമീറ്റർ ബോർഡ് കണ്ടോ? ശരിക്കും നമ്മൾ ഈ ഡുബ്രി എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, ആ വഴിക്കൊക്കെ നമുക്ക് ഇവിടത്തേക്ക് പോകാൻ പറ്റും. എവിടത്തേക്കാണ്? നമ്മളെ മേഘാലയക്കൊക്കെ പോകാൻ പറ്റും ഒരു ബോട്ടുമായി മാർഗ്ഗമൊക്കെ. എൻ്റെ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്. 56 കിലോമീറ്ററാണ് അങ്ങോട്ടേക്ക്. പക്ഷെ നമ്മൾ ആ വഴിയല്ല പോകുന്നത്. കാരണം ഇപ്പം മേഘാലയയിൽ വെള്ളമില്ലാത്തത് കൊണ്ട് നമ്മൾ മേഘാലയയിൽ ലാസ്റ്റ് പോകാനുള്ള പരിപാടി കേട്ടോ. മഴയൊക്കെ തുടങ്ങുന്ന ആ സമയത്തേക്ക് മേഘാലയയിലേക്ക് എത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നേരെ ആസാമിൻ്റെ അങ്ങേ അറ്റത്തേക്കൊക്കെയുള്ള യാത്രയാണ് ഈ പോകുന്നത്. ഈ ഒരു ഏരിയയിൽ കണ്ടോ ഗ്യാസ് സിലിണ്ടറും അതുപോലെ വെള്ളത്തിൻ്റെ കുപ്പികളൊക്കെ കൂടിയിട്ട് വിൽക്കുന്നത്. ഇതൊക്കെ ട്രക്കുകാർക്ക് വേണ്ടിയിട്ടാണോ. ഇതുപോലെ കോഴി, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ റോഡ് സൈഡിൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഗ്യാസ് ആട്ടോ. ഇത് 2 കിലോൻ്റെ. ഇതൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും, ട്രക്കുകാർക്ക് വേണ്ടിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ട്രക്ക് നിർത്തിയിടും. അതുപോലെ ഇത് അവർക്ക് വണ്ടീൻ്റെ പണിക്ക് ഇതാ
ഇതൊക്കെ ട്രക്കിന്റെ എന്തൊക്കെയോ സാധനത്തിൻ്റെ കേട്ടോ. കാർബറേറ്ററൊക്കെ ക്ലീൻ ചെയ്യും ഇവിടുന്ന്, എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടാട്ടോ ഇവർ പോവുക. പഞ്ചർ ഒട്ടിക്കുന്ന കടകളും എല്ലാം നമുക്ക് റോഡ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. റോഡ് സൈഡിലൊക്കെ കണ്ടോ ഫുള്ള് ഇങ്ങനെ ചെറിയ പൂക്കളൊക്കെ ആയിട്ട്. അതുപോലെ ആസാമിൽ തന്നെയുള്ള ഏതൊരു നല്ലൊരു സ്കൂളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തുണ്ടോ ചർച്ചെങ്ങാനാന്ന് തോന്നുന്നുണ്ട്, വലിയതാട്ടോ. വലിയ വലിയ ബിൽഡിംഗ് പോലത്തെ ഒക്കെ കാണാൻ പറ്റും, അതുപോലെ ചെറിയതും കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇനി 1 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരത് പെട്രോൾ പമ്പ്, ഇങ്ങനെ വലിയ വലിയ പമ്പിൻ്റെ ഒക്കെ ഇതേപോലെയൊക്കെ ബോർഡ് കാണാൻ പറ്റും നമുക്ക് ആസാമിലെത്തിയപ്പോൾ. മറ്റേത് ജസ്റ്റ് ഒരു ഇതുപോലെ പമ്പ് എന്നൊക്കെ ആയിരുന്നുള്ളൂ. മറ്റേത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇന്ന സാധനമൊക്കെ അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ റോഡൊക്കെ എങ്ങനെയുണ്ട്? കിടിലൻ റോഡാ, രക്ഷയില്ലാലോ. അടിപൊളി റോഡല്ലേ. പക്ഷെ ഒരു സംഭവമുണ്ട്, നമ്മളെ കേരളവും ഇവിടുത്തെ റോഡ് ഒന്നും പക്ഷേ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കേരളവും ഇവിടെ ഇരിക്കട്ടെ. കേരളത്തെ റോഡും ഇവിടുത്തെ റോഡും എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ്, കേരളത്തിൽ റോഡ് ഭയങ്കര മോശമാണ്, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നല്ല റോഡാണെന്നൊക്കെ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ കേരളത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല, അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇവിടുത്തെ റോഡൊക്കെ നാഷണൽ ഹൈവേ ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നത് കേന്ദ്രം കൂടിയിട്ടാണ്, അതുപോലെ തന്നെ പ്രൈവറ്റുകാരും ഇടപെട്ടിട്ടാണ് ഈ നാഷണൽ ഹൈവേസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ടോളും വെച്ചിട്ട് പിരിപ്പിക്കും. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ സ്റ്റേറ്റ് റോഡുകൾ, നമ്മുടെ ഉള്ളിലുള്ള റോഡുകൾ, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന റോഡുകൾ എല്ലാം നല്ല അടിപൊളിയല്ലേ. വീടിന് മുമ്പിൽ വരെ എത്തുന്ന രീതിയിൽ നല്ല അടിപൊളി താറിട്ട റോഡായിരിക്കും. ചില സ്ഥലത്ത് കുണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ മിക്ക സ്ഥലത്തും നമുക്ക് ഉള്ളിൽ ഗ്രാമങ്ങളിൽ വരെ ഈ റോഡുകൾ എത്തിച്ചേരും അല്ലേ. ഇവിടെ ആ സാധനം ഇല്ല. ഇവിടെ ഈ കാണുന്ന മെയിൻ റോഡും അതുപോലെ മെയിൻ സ്ഥലത്തിലേക്ക് പോകുന്ന റോഡുകൾ മാത്രമായിരിക്കും അടിപൊളി. അതെ, ഫുള്ള് ഉള്ളിലേക്ക് ഗ്രാമങ്ങളിലേക്ക് പോകുന്ന റോഡുകൾ മുഴുവൻ ഓഫ് റോഡും പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും ഇല്ല. ചില സ്ഥലത്ത് വെറും മണ്ണിട്ട റോഡുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടോ, ഇതൊരു ഗ്രാമത്തിലേക്കുള്ള റോഡാണ്. പക്ഷെ ഇത് മാത്രം അങ്ങ് വരെ പോകും. അത് കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൗണിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ടേക്കൊക്കെ പോകുമ്പോൾ റോഡുകൾ കാണും. എല്ലാ സ്ഥലത്തേക്കും റോഡുകൾ കാണും. പക്ഷേ ഇവിടെ ഒന്നും റോഡില്ല. ഇവിടുന്ന് ഉള്ളിലേക്ക് പോകണമെങ്കിൽ വെറുതെ ഇങ്ങനത്തെ മണ്ണില്ലേ, മണ്ണിൻ്റെ മുകളിൽ കൂടി ഒരു റോഡായിരിക്കും ഉണ്ടാകുക. മിക്ക സ്ഥലത്തും അതേപോലെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ റോഡ് കുറച്ചുകൂടി മെട്രോ എന്ന് പറയുന്നത് കേരളത്തിലുള്ള. ഇനി നാഷണൽ ഹൈവേസിന്റെ പണി കൂടി കഴിയുമ്പോൾ നല്ല സെറ്റായിരിക്കും, നല്ല അടിപൊളി റോഡ് കൂടി ആയിരിക്കും. കാരണം ഇപ്പോഴാണ് നമുക്ക് നാഷണൽ ഹൈവേന്റെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ആയിരിക്കും നമ്മളെ റോഡ് ഉണ്ടാകുക, ഇതിനെക്കാട്ടി അടിപൊളിയായിരിക്കും. നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടതാട്ടോ. പേരെന്താ? മുരളി. മലപ്പുറം നിലമ്പൂരില്ലേ? ഇതാ കണ്ട വണ്ടി കണ്ടോ. ഞങ്ങൾ ആദ്യം തന്നെ വിചാരിച്ചു ഇതാരേക്കും നിർത്തിയത് സാധനമൊക്കെ വെച്ചിട്ട്. പിന്നെ നോക്കുന്നവരാ മനസ്സിലായത് മൂപ്പര വണ്ടിയാട്ടോ ഇത്. എവിടെ പോയിട്ട് വരിക? നാഗാലാൻഡ് പിന്നെ അരുണാചല്, അസം, മേഘാലയ ഒക്കെ ഇറങ്ങി ഇപ്പൊ സിക്കിമില് പോവുകയാണ്. അതിനുശേഷം കുംഭമേള പ്രയാഗ്രാജിലൊക്കെ പോയിട്ട് പിന്നെ നാട്ടിൽ പോകും. പണ്ട് ഭൂട്ടാനൊക്കെ പോയ ആളാട്ടോ. എത്ര കൊല്ലേതേനു? അത് 2016. 2016. അതായത് നമ്മളിപ്പം പോകുന്നേരം ഭയങ്കര റെസ്ട്രിക്ഷൻ അല്ലേ, ഭയങ്കര പൈസയും അന്നൊന്നുമില്ല. ആ സമയത്ത് പോയ സമയം കാണും കേട്ടോ. അന്ന് പോയ ഞങ്ങള് ലക്കിയ. അതെ, ഇന്ന് ഭയങ്കര പ്രശ്നമാണ്. 10,000 രൂപ ഒരു ദിവസത്തേക്ക് നമുക്ക് ചാർജ് ഈടാക്കുന്നത്. അപ്പൊ ഇവരെ വണ്ടി നോക്കിയേക്ക്, എന്തൊരു സാധനങ്ങളാ. പമ്പുണ്ട്, പിന്നെ ഇതിനകത്ത് ബേഗില് സാധനങ്ങളാ അല്ലേ. സ്റ്റൗ, ഇതാ കുക്ക് ചെയ്യാനുള്ള സാധനം കണ്ടോ. കുക്കറൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഇവിടുന്ന് വാങ്ങിച്ചല്ലേ, അടിപൊളി. പണ്ടേ എത്ര കൊല്ലം അപ്പൊ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്? വർഷങ്ങളായില്ലേ. പെരിയ റൈഡർ, നീങ്ങ വന്ന് പെരിയ റൈഡർ. അടിപൊളി, കണ്ടൊരു സന്തോഷം. ഇന്ത്യ കൂടാതെ 7 രാജ്യങ്ങളും പോയി. എവിടെയൊക്കെയാ പോയെ? ഫസ്റ്റ് ഭൂട്ടാന്, നേപ്പാള്, പിന്നെ മലേഷ്യ, കംബോഡിയ, ലാവോസ്, തായ്ലൻഡ്, ശ്രീലങ്ക. ഓ അടിപൊളി. അതെങ്ങനെയാ പോയത്? അത് ഫ്ലൈറ്റിൽ പോയതേ. അടിപൊളി. നമ്മള് വലിയ ട്രാവലർ കേട്ടോ കേട്ടോ. ഒന്നുമല്ല, നമ്മള് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മൂപ്പരൊക്കെയാണ് വലിയൊരു സംഭവം കേട്ടോ. അങ്ങനെ ആള് പോവാട്ടോ, ഞങ്ങളും പോവാൻ നോക്കാണ്. യെസ്, ഒരു മലയാളീനെ ഇങ്ങനെയൊക്കെ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കേട്ടോ. കുറേ നേരം സംസാരിച്ചതാ. ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. ഓക്കെ ബൈ. ഞങ്ങൾ ഇന്ന് വന്നതിൽ വെച്ചിട്ട് ഇതാ 2ാമത്തോ എങ്ങാനും ടോൾ പോസ്റ്റ് ആണ് ഈ കാണുന്നത്. എന്താലേ, ടോള് വാങ്ങി മനുഷ്യന്മാരെ പിയ്യല്ലേ. എന്തായാലും അറിയുന്നില്ല, റോഡൊക്കെ പണിതല്ലേ, നല്ല റോഡൊക്കെ അല്ലേ, അതിന്റെ പൈസ ആയിരിക്കും. ഒരു സ്കൂൾ ബൈ.
കേരള കേരള. നമുക്കിത് ഇവിടുന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു തന്നാ കേട്ടോ, ഒരു പുള്ളി ചോറും അതുപോലെ തന്നെ കറിയൊക്കെ കൂടിയിട്ട് ഇവരാട്ടോ വാങ്ങിച്ചു തന്നത്. ഹായ് ഓക്കെ നമുക്ക് ഓക്കെ ഒരു പോകുന്ന വഴിക്ക് നമ്മളോട് സംസാരിച്ചിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു. താങ്ക് യു. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുമ്പോട്ടേക്ക് വന്നു കേട്ടോ. ഒരു പാലൊക്കെ കഴിഞ്ഞ് ഒരു ടോളിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നോക്കിയാൽ വെള്ളമൊക്കെ നോക്കിയാൽ നല്ല ക്ലീൻ വെള്ളം പോലെ കാണുന്നുണ്ട്. പക്ഷേ ക്ലീനൊന്നും അല്ല കേട്ടോ, ഇത്ര ക്ലീനൊന്നുമല്ല. നല്ല രസമുണ്ട് കാണാനെന്നേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. റോഡരികിൽ ഒരു കായ് കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആൾക്കാരിങ്ങനെ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരു മുള്ളു പോലത്തെ ചെടിയിൽ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു, ഒരു കുറേ പറിച്ചിട്ടുണ്ട്. ഞാനും ഇവിടെ നോക്കിയിട്ട് അങ്ങനത്തെ കളർ കണ്ടില്ല. ഒരു ചുവപ്പ് നിറാവണം, ഞാൻ കാണിച്ചു കേട്ടോ. അടുത്ത ഒരു മരം കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോന്നായിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേച്ചി ഇവിടെ നിന്ന് പോകുന്ന വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ടോ. പായലിൻ്റെ ഉള്ളിൽ കൂടി ഒരു സാധനം വെച്ചിട്ട് തോണ്ട കേട്ടോ. പക്ഷെ മീനൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ പോകുന്ന വഴിക്ക്. നല്ല വെള്ളമൊക്കെ ആട്ടോ, അതിനെക്കൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല നേരത്തെ കാണിച്ചില്ല, ആ വെള്ളം ഇവിടെ നിന്നാട്ടോ ഒഴുകി വരുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗ്രാമങ്ങളാട്ടോ. അതുപോലെ ഇതാ ഞാൻ നേരത്തെ കാണിച്ച മരാട്ടോ ഈ ഒരു കാണുന്നത്. ഞാൻ ഇനി അടുത്ത് കണ്ടുതരാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ. നമ്മൾ വരുന്നതൊക്കെ ഞാൻ കാണിച്ചതൊക്കെ ഇങ്ങനത്തെ വീടുകളാട്ടോ. പക്ഷെ കുറച്ചും കൂടി ഇവിടെ എത്തിയപ്പോൾ കുറച്ചും കൂടി മാറിയിട്ടുണ്ട് വീടുകളൊക്കെ. കോൺക്രീറ്റ് ഒക്കെ ആക്കിയിട്ടുള്ള വീടുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഷീറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള കുറേ വീടുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്ത് ഷീറ്റുള്ള ടൈപ്പ് വീടുകളും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ടൈപ്പ് വീടുകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇതാ പറഞ്ഞ മരം ഇതാട്ടോ. ഈ ഒരു മരം കണ്ടോ, ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു കായ് കണ്ടോ. ഈ ഒരു കായ് ആട്ടോ ഇവർ പറിച്ച് കഴിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു ടൈപ്പ് കായ്. ഞാൻ കുറേ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കായകൾ കുറേ പറിച്ച് തിന്നിട്ടുണ്ട്. ഒരു വലിയ മരം പോലെ ഇങ്ങനെ നമ്മൾ വഴിയിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിക്കേ, എന്ത് രസമല്ലേ കാണാൻ. ഇവിടെ ഒരു മാർക്കറ്റ് ആട്ടോ, വൈകുന്നേരമായി. ഫുള്ള് അടിപൊളി ഒരു മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റ് ആട്ടോ. പോകുന്ന വഴിക്ക് കണ്ടതാ, വൈകുന്നേരമായി കേട്ടോ. സൂര്യനൊക്കെ പോയി. ഇനി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നോക്കണം. കുറേ ആൾക്കാരൊക്കെ ഉണ്ട് റോഡിൽ നോക്കിയേ, സൈക്കിളൊക്കെ വെച്ച് നിൽക്കുന്നത്. സൈക്കിൾ നിർത്തിയുണ്ടോ, ഒരു ഗ്രാമമാട്ടോ ഈ കാണുന്നത്. ഇത് ശരിക്കും മെയിൻ ഹൈവേ ആണ്. അതിൻ്റെ സൈഡിലാണ് ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത് അല്ലേ. ഇന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത് ഇവിടെയാട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു അപ്പൂപ്പൻ ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചോന്ന് പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, വൈകുന്നേരം ആയതുകൊണ്ട്. പെട്രോൾ പമ്പിന് 15 കിലോമീറ്റർ അപ്പുറമുള്ളത്. അതുവരെ ഫുൾ ട്രക്കല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ നിൽക്കാന്നുള്ള രീതിയിൽ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ സ്റ്റേ ഈ ഒരു ഗ്രാമത്തിലാട്ടോ, ചെറിയൊരു ഗ്രാമം. സൈക്കിൾ ഇവിടെ വെച്ചിട്ട് ഈ ഗ്രാമത്തിൽ തന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുക കേട്ടോ. ടെൻ്റ് അടിച്ചിട്ട് ഇത് 5 പേർന്ന് ക്ലീനാക്കാണ്. ഉള്ളിലത്തെ സാധനമൊക്കെ ഒരു ക്ലീനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ കൊച്ചുങ്ങൾക്കൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നല്ല ആൾക്കാരില്ലേ. പിള്ളേരാട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ടെൻ്റൊക്കെ പാക്ക് ചെയ്ത് മടങ്ങാൻ പോയാലും കണ്ടോ പിള്ളേർ ബേക്കിൽ എത്ര പിള്ളേരാന്ന് നോക്കിയോടാ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലേ. എത്ര ആൾക്കാരാണെന്നറിയാവോ നോക്കിയേ, എത്ര പിള്ളേരാണ് ഇവിടെ ഉള്ളത്. ഇവള് വേറൊരു പിള്ളേർ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മളെ ടെൻറ്റ് പാക്ക് ചെയ്യുന്നൊക്കെ ആക്കാൻ പറഞ്ഞതാട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബാക്കിൽ, ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. നമ്മൾ ഇവിടെ പേരൊന്നും നോക്കിയില്ല. എന്തായാലും ഗൊസൈ ഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ച് ദൂരത്തിന് അപ്പുറം കേട്ടോ. ചെറിയ ചോട്ടേനെ കൂടി കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പിള്ളേർ. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാ. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ വേഗത്തിൽ ഇറങ്ങാം കേട്ടോ. 9 മണിയായി. ഈ പുള്ളി കേട്ടോ നമ്മൾ ഇന്നലെ ഇവിടെ ടെൻ്റടിപ്പിക്കാൻ താമസിച്ചത്. നമ്മളെവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി നമ്മൾ ബൈ. നമ്മളിത് അവിടെ നിന്ന് പോവാ കേട്ടോ. വെഹിക്കിൽ കണ്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ. എല്ലാവരും നമ്മളെ യാത്രയൊക്കെ വേണ്ടി വന്നാട്ടോ. ശരിക്കും അത്ഭുതം കൊണ്ട് നോക്കിയെന്നാണ് ഈ ടെൻ്റ് അടിച്ചതും സൈക്കിളും കൊണ്ടൊക്കെ വന്നിട്ടുള്ള അത്ഭുതമാട്ടോ ആൾക്കാർക്ക് മൊത്തം. അങ്ങനെ വന്ന് നോക്കിയെന്നാണ്. അപ്പോൾ നമ്മളെ റോഡിലേക്ക് നമ്മൾ തിരിച്ചിറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇനി ഇതുപോലെ കുറേ ആൾക്കാർ നമുക്ക് മീറ്റ് ചെയ്യാമല്ലോ. ഇതിനകത്ത് ആൾക്കാർ പറിക്കുന്നുണ്ടില്ലേ, ആ ഒരു ചെടിയാട്ടോ ഇത്.
അതിന്റെ മരം ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ ഇതിന്റെ മുളൊക്കെ മഞ്ഞ നിറത്തിൽ പഴമുണ്ടായിരിക്കുന്ന കായ ഉണ്ടായിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ, കുറേ സ്ഥലത്ത് ഈ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഇത് പറിക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ വരും. അവിടെ കണ്ടോ, അതുപോലെ ഇതാ അവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ആൾക്കാർ ഇഷ്ടം പോലെ പറിച്ച് കൊണ്ടുപോകും. ഞങ്ങളുടെ ഇടയ്ക്ക് പറിച്ച് തിന്നായിരുന്നു, പക്ഷെ വലിയ ടേസ്റ്റ് തോന്നിയില്ല. നമ്മുടെ നാട്ടിൽ പുളിയച്ചാറൊക്കെ കിട്ടില്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ചെടീൻ്റെ കായ് കൊണ്ടാട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആ കായ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ കണ്ടോ. നമ്മൾ പുളിയച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫുൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ എന്തേലും ബെറ ആപ്പിളോ ആ ഒരു സാധനം ഇല്ല, അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ് ഇത്. ഇപ്പോൾ വളരെ ചെറുതാട്ടോ ഈ സാധനം. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ഏകദേശം രൂപം പൊട്ടിയത്. നിങ്ങൾക്ക് ഇത് കറക്റ്റ് കണക്റ്റ് ആവും. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു കുരു കണ്ടോ, നമുക്ക് എവിടെ കുരു എവിടെ, ആ ഇതാ ഈ ഒരു കുരു കണ്ടോ. ഈ ഒരു കുരു നമുക്ക് മറ്റേ ഇതിൻ്റെ അന്നൊക്കെ കിട്ടില്ലേ, പുളിയച്ചാർ എന്ന് പറഞ്ഞ സാധനം 1 രൂപക്കൊക്കെ പണ്ട് കഴിച്ചത്, അതിൻ്റെ അന്ന് കിട്ടുന്ന കേട്ടോ. ഇതാ ഈ ഒരു സാധനം, ഈ ഒരു സാധനമാണ് ഇവർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇഷ്ടംപോലെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഇവർ പറിച്ചിട്ട് കുറേ കൊട്ടയിലാക്കി കൊണ്ടുപോയിട്ട് പുളിയച്ചാറൊക്കെ ഉണ്ടാക്കി കഴിക്കാറാട്ടോ. നമുക്കൊക്കെ കിട്ടുന്നത് ഇങ്ങനത്തെ സാധനമാണ്. കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സാധനം കിട്ടാൻ കളിക്കുമായിരുന്നു. ഇവിടെയൊക്കെ എല്ലാ സൈഡിലും ഇത് തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്ന ഗ്രാമങ്ങളൊക്കെ ട്രൈബൽസിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഞങ്ങളോട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ട്രൈബൽസ് ഒക്കെ ഉണ്ടെന്ന്. ആ വയലുകളും ആ ചെറിയ വീടുകളൊക്കെ കാണുന്നത് മൊത്തം ട്രൈബൽസിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയൊരു ചെക്കന് ഞങ്ങൾ കാണിച്ചായ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ കായ് പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേ ഉണ്ട്. 2 പിള്ളേർ സൈക്കിൾ വന്നാണ്. ഇതെനിക്ക് ഇവിടെ ഒരു പഴയ കാല ബ്രിഡ്ജാട്ടോ നമ്മൾ ഈ കാണുന്നത്. അത് ഇതാണ് പഴയ കാല ബ്രിഡ്ജ്. ഇത് പുതുതായിട്ട് ഇവരുണ്ടാക്കിയാണ്. ഫുൾ മരത്തിനെ കൊണ്ടാട്ടോ കൺസ്ട്രക്ഷൻ. നോക്കി കണ്ടോ, ഫുള്ള് മരമാണ്. ഇതിൻ്റെ തൂണുകളും എല്ലാം മരം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഫുള്ള് മരത്തിനെ കൊണ്ടാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു സാധനം മാത്രം കമ്പിയാട്ടോ, നമ്മളെ നല്ല ഇരുമ്പിൻ്റെ കമ്പിയാണിത്. ബാക്കി മൊത്തം മരങ്ങളാണ്. ഇതിൻ്റെ തൂണാണെങ്കിലും എല്ലാം മരങ്ങളാണ്. ഇത് പണ്ടത്തെ ഒരു ബ്രിഡ്ജായിരുന്നു കേട്ടോ. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഓട്ടോയും എല്ലാം പോകുന്നൊരു ബ്രിഡ്ജാണ്. ഇതായിരുന്നു പണ്ടത്തെ ബ്രിഡ്ജ്, സൈക്കിളും ബൈക്കും ഒക്കെ പോകുന്ന ബ്രിഡ്ജ്. അതും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കിക്കേ, ഫുള്ള് മുളയാട്ടോ. എല്ലാം മുളേനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ചെറിയൊരു വെള്ളം പുഴ പോലെ എന്തോ സാധനം, പുഴയല്ല കേട്ടോ, ചെറിയ തോടെന്തോ ഒഴുകി പോകുന്നുണ്ട്. ആ ഒരു ഭാഗത്താണ്. ഇവിടുത്തെ വീടൊക്കെ നോക്കിക്കേ, ചെറിയ വീടൊക്കെ കേട്ടോ. കാരണം ട്രൈബൽസിൻ്റെ ഏരിയ ആണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മളിത് കണ്ടപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ചെക്കനിതാ ഇതിൻ്റെ മുകളിൽ ഇതൊക്കെ പറിച്ച് താഴേക്ക്. നല്ല ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ. എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ, നല്ല ആൾക്കാരല്ലേ. നീ എങ്ങനെയുണ്ട്, അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അതാണോ? ഇത് ആപ്പിളിൻ്റെ ഒരു വേറൊരു ഫാമിലിയാണെന്ന് തോന്നുന്നുണ്ട്. ബെർ ഫാമിലി ഇല്ലേ, അതിൻ്റെ വേറൊരു ടൈപ്പാണിത്. കഴിച്ചോ. ഭൂട്ടാനിലെ ആൾക്കാരും ഭൂട്ടാനിലെ വണ്ടി കേട്ടോ കാണുന്നത്. എന്തോ പണിയെടുത്ത് നിൽക്കുകയാണ്. ഇവ ഇഷ്ടംപോലെ ഭൂട്ടാനിലേക്ക് വണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മലേൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ ഒരു വഴി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിരിക്കും. ആസാമിത്തെ റോഡ് പ്ലെയിൻ റോഡാണ്. അപ്പോൾ അവർക്ക് പെട്രോൾ ലാഭിക്കാം, സമയം ലാഭിക്കാം. അതുകൊണ്ട് ഭൂട്ടാനത്തെ ആൾക്കാർ മിക്കതും ഈ ഒരു റൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് അവരെ ഗ്രാമത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നിതാ ഇവിടെ ഒരു സ്ഥലത്ത് കഴിക്കാൻ വേണ്ടി നോക്കിയതാട്ടോ. കാച്ചിഗാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്, ആസാമിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇവിടെ എന്താ കിട്ടാന്നറിയില്ല. ചെറിയൊരു ടൗണ്. കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. മുന്നേ നല്ല കാറ്റാണ്. സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കഴിക്കണ്ടേ? നമ്മളെങ്ങനെ ഇതാ ഗ്രാമത്തിലെത്തിയിട്ടാണ് കേട്ടോ. ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ സൈക്കിൾ ഇതാ അവിടെ നിർത്തിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. ഇന്നലത്തെ സെയിം സാധനം. എന്തെന്നാ ഇന്നലത്തെ സെയിം സാധനം? പൊറോട്ട കേട്ടോ. 10 രൂപ കിട്ടുന്നത്. അത് കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മളെ ചേച്ചി ഇതാ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കതും കഴിച്ചിട്ട് വേഗം പോവാം. നമ്മളെ സൈക്കിൾ ആൾക്കാർ വന്ന് നോക്കുക കേട്ടോ അല്ലേ. എല്ലാ ആൾക്കാരും വന്നിട്ട് സൈക്കിൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ട്രൈബൽസിൻ്റെ ഏരിയ ആട്ടെ ഈ കാണുന്നതൊക്കെ. ഇവരുടെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ ഇച്ചിരി പേടിയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഈ ഒരു ടൈപ്പ് ഗ്രാമങ്ങളാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ഉള്ളിലോട്ടാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. ഇത് അടുത്ത് തന്നെയുള്ളൊരു ഗ്രാമമാണ്.
ഇവിടെ കണ്ടോ നെല്ലെടുക്കുന്നത്, നെല്ലാട്ടോ അത്, ഉണക്കാണ്ട് എടുക്കുകയാണ്. ഇതിനുള്ളിലൊക്കെ വീടുണ്ട്, ഉള്ളിലോട്ടൊക്കെ ആയിട്ട് കറക്റ്റ് പക്ക പണ്ടേത്തൊക്കെ ഗ്രാമമില്ല അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ട് ഇങ്ങനെ നിവർന്ന് എടുക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടാവും. നല്ല വെയിലാട്ടോ ഇപ്പോൾ ആസാമിൽ, ഒരു വെയിലാണ്. ഞങ്ങൾ കുറേ നേരം ഇതാ സൈക്കിളോടെ സൈഡാക്കിയിട്ട് എവിടെയാ കിടന്ന് അഞ്ചു, ഇതിൻ്റെ മോൾ 5 കിടന്ന്, ഇതിൻ്റെ മോൾ ഞാനും കിടന്ന്. നല്ല ടയർഡായില്ലേ? ഭയങ്കര വെയിലായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റണം തിരുത്തണമെങ്കിലൊക്കെ നിങ്ങൾ അറിയിക്കാൻ കമന്റിലൂടെ അല്ലേ, എന്നാലേ നമുക്കതൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് വൈകിട്ട് കാണുന്നവരെ ബൈ.